റോഡരികിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കുന്നതിലെ കാലതാമസത്തിനെതിരെ ഇരിട്ടി താലൂക്ക് വികസന സമിതിയിൽ പൊതുമരാമത്ത് വകുപ്പിന് രൂക്ഷ വിമർശനം. ജനപ്രതിനിധികളുടെ അഭിപ്രായം മാനിച്ച് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തിയാക്കാതെ മുറിച്ചു നീക്കുന്നതിന് ജില്ലാ കലക്ടർ ഉത്തരവ് ഇറക്കിയിട്ടും ബന്ധപ്പെട്ടവർ അനങ്ങുന്നില്ലെന്ന് വിമർശനത്തിന് തുടക്കമിട്ട് സണ്ണി ജോസഫ് MLA പറഞ്ഞു. വീടിന്റെ അടുത്ത് നിൽക്കുന്ന മരം മുറിഞ്ഞ് കാറ്റത്ത് വീഴുന്നതിനേക്കാളും അത് നമുക്ക് ചിലപ്പം പ്രിവെന്റ് ചെയ്യാൻ, അത് തടസ്സപ്പെടുത്താൻ നമുക്ക് ചിലപ്പം മുൻകരുതൽ എടുക്കാൻ അതിൻ്റെ അടുത്ത് കഴിയാത്ത സാഹചര്യം. ഇപ്പം മണത്തനയിലൊരു വീട്ടിൽ ഞങ്ങൾ പോയി നോക്കിയതാ, പേരാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോയിരുന്നു. അവിടുത്തെ ഒരു വിഷയം എന്നാ, അത് ഒരു തെങ്ങ് അതിൻ്റെ വേര് സഹിതം, സാധാരണഗതിയിൽ ഉറപ്പുണ്ടായിരുന്ന ഒരു തെങ്ങ് വേര് സഹിതം മുറിഞ്ഞിട്ട് ഒരു അമ്മയും കുട്ടിയും കിടക്കുന്ന ബെഡ്റൂമിന്റെ ഭാഗത്തേക്കാണ് വന്നത്. അത് പ്ലാസ്റ്റിക് കെട്ടിയ ഒരു റൂഫിങ് മാത്രം ഉണ്ടായിരുന്നു. ഓടിച്ച വീടിന്, പഴയ വീടിന് അവർക്ക് പോയതാണ്. പേരാവൂർ നെടുമ്പുഴൽ റൂട്ടിൽ 51 മരങ്ങൾ മുറിച്ചു നീക്കാനുണ്ടെന്ന് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P. രജനി, CT അനീഷ്, P. ശ്രീമതി, T. ബിന്ദു, ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ, ലിസി ജോസഫ് എന്നിവരും തങ്ങളുടെ പ്രദേശങ്ങളിലെ അപകട ഭീഷണിയിലായ മരങ്ങൾ ഉണ്ടാക്കുന്ന ഭീഷണി യോഗത്തിൽ വിവരിച്ചു. വികസന സമിതികളിൽ ഇവരൊക്കെ പങ്കെടുക്കുന്നതാണ്. അവർക്ക് അധികാരം ഇല്ലെന്നാണ് പറയുന്നത്. അവർക്ക് അധികാരം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് തർക്കിച്ചോണ്ടിരിക്കുന്ന സമയമില്ല. അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനടി അത് നടപടി എടുക്കാൻ. മരങ്ങൾ മുറിച്ചു നീക്കുന്നതിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞൊഴിയാൻ പൊതുമരാമത്ത് അധികൃതർ ശ്രമിച്ചപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും അതിനുള്ള പണം ഇതിനായി ഉപയോഗിക്കാമെന്ന് MLA ഓർമ്മിപ്പിച്ചു. മരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം എന്ത് അടിസ്ഥാനത്തിലാണ് വിലനിർണ്ണയം നടത്തുന്നതെന്ന് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ചോദിച്ചു. 10,000 രൂപയുടെ മരത്തിന് 50,000 രൂപയാണ് വില നിശ്ചയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തി അപകടഭീതിയുള്ള മരം മുറിച്ചപ്പോൾ 4,000 രൂപ സ്വന്തം കീശയിൽ നിന്നും പഞ്ചായത്ത് അംഗം മരാമത്തിന് അടയ്ക്കേണ്ടി വന്ന ദുരനുഭവം തിലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി വിവരിച്ചു. കാട്ടാനശല്യം രൂക്ഷമായ മാട്ര പീടികക്കുന്നിലും കാഞ്ഞിരക്കൊല്ലിയിലും കർണാടക വനംവകുപ്പിൻ്റെ ഓഫീസുകളിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകുന്നത് HT ലൈൻ വേണമെന്ന സാങ്കേതികത്വം KSEB മുന്നോട്ട് വയ്ക്കുന്ന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യോഗത്തിൽ സംബന്ധിച്ച സജീവ് ജോസഫ് MLA പറഞ്ഞു. പീടികക്കുന്നിൽ 50 മീറ്റർ അടുത്തുള്ള വീട്ടിൽ വരെ വൈദ്യുതി കണക്ഷൻ ഉള്ളതായി MLA പ്രതിനിധി തോമസ് വർഗീസ് ചൂണ്ടിക്കാട്ടി. മലയോര ഹൈവേ വള്ളിത്തോട് മണത്തണ റീച്ചിൽ റോഡിൻ്റെ വീതി കൂട്ടി നിലവാരം മെച്ചപ്പെടുത്തൽ പ്രവൃത്തിയുടെ ഭാഗമായി പണി സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത നടപടി അന്വേഷിക്കണമെന്നും 49 കോടിക്ക് എസ്റ്റിമേറ്റ് നൽകിയ പ്രവൃത്തിക്ക് 83 കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് അനുവദിച്ചത് കൊള്ളലാഭം ഉണ്ടാക്കാനാണെന്നും K. സുധാകരൻ MPയുടെ പ്രതിനിധി PK ജനാർദ്ദൻ യോഗത്തിൽ ആരോപിച്ചു. ആർളം വില്ലേജ് ഓഫീസിൻ്റെ പിൻവശത്തെ മൺതിട്ട ഇടിഞ്ഞു വീഴാതിരിക്കാൻ 10 മാസം മുൻപ് മന്ത്രി 5 ലക്ഷം രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും പ്രവൃത്തി തുടങ്ങാത്തത് ഓഫീസിനെ അപകടത്തിലാക്കുകയാണെന്ന് കേരള കോൺഗ്രസ് പ്രതിനിധി വിപിൻ തോമസ് ചൂണ്ടിക്കാട്ടി. 3.7 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ചായി ഉടൻ പണികൾ നടത്തുമെന്ന് കലക്ട്രേറ്റിൽ നിന്നും അറിയിച്ചിട്ടുണ്ടെന്നും MLA മറുപടി നൽകി. ചെടിക്കുളം ടൗണിലെ അപകടാവസ്ഥയിലുള്ള ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കാൻ നടപടി വേണമെന്ന് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധനും കേരള കോൺഗ്രസ് പ്രതിനിധി മാത്തുക്കുട്ടി പന്തപ്ലാക്കലും ആവശ്യപ്പെട്ടു. അയ്യൻകുന്ന് പാറക്കാമലയിൽ മണ്ണിടിച്ചിലിന് കാരണമായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് CPI അംഗം ബാബുരാജ് പായം ചൂണ്ടിക്കാട്ടി. മാട്ര കാലാങ്കി റോഡ് ഉയർത്തിയപ്പോൾ വൈദ്യുതി ലൈൻ ഉണ്ടാക്കുന്ന അപകട ഭീഷണി പരിഹരിക്കണമെന്നും ജൽജീവൻ മിഷൻ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതിനെ തുടർന്നുണ്ടായ ദുരിതവും കൈലാസം പടിയിലെ ഭൂമി വിള്ളൽ പ്രതിഭാസവും മൂലം ഭീഷണിയിലായ കുടുംബങ്ങളെ സർക്കാർ ചെലവിൽ പുനരധിവസിപ്പിക്കാൻ നടപടി വേണമെന്നും താലൂക്ക് സഭയിൽ ആവശ്യമുയർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം N. ഗീത, പടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. മിനി, ഇരിട്ടി ഭൂരേഖ വിഭാഗം തഹസിൽദാർ M. ലക്ഷ്മണൻ, ജോയിൻ്റ് RTO B. സാജു, പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് AK. സഹിന, മട്ടന്നൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ TK. സുഗുണൻ, ഇബ്രാഹിം മുണ്ടേരി, തോമസ് തയ്യിൽ, KP. അനിൽകുമാർ, K. മുഹമ്മദ് അലി, P. ദിലീപൻ എന്നിവരും മറ്റ് വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു.